എടൂർ ഇടവകയെ സംബന്ധിച്ച് ഷിൻസച്ചൻ്റെ ഈ മരണവാർത്ത ഞങ്ങൾക്ക് താങ്ങാനാവാത്ത ഒത്തിരി വിഷമങ്ങൾ ഈ ഇടവക സമൂഹത്തിന് വന്നിട്ടുണ്ട്. ഞങ്ങളെ ഏവരെയും ഈ പെട്ടെന്നുള്ള നിര്യാണ വാർത്ത കേട്ടപ്പോൾ വിശ്വസിക്കാൻ മേലാത്ത വിധം സങ്കടക്കടലിലേക്ക് ആഴ്ത്തി. ഇടവക സമൂഹം ഇതൊരു ഞെട്ടലോടുകൂടി മാത്രമാണ് കേൾക്കുന്നത്. പരസ്പരം ചോദിക്കുന്നത്, ഇത് സത്യമാണോ, ഇതെങ്ങനെ, എന്തുപറ്റി, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളാണ് ഇടവക്കാർക്ക് ഷിൻസച്ചനെ കുറിച്ച് പറയുവാനുള്ളത്. കാരണം 3 ദിവസങ്ങൾക്ക് മുൻപ് ഇതിലെ വരികയും എല്ലാവരുമായിട്ട് വളരെ സൗഹൃദ സ്നേഹ സംഭാഷണങ്ങളൊക്കെ നടത്തി വളരെ ജോളിയായിട്ട് കടന്നുപോയതാണ്. അച്ഛൻ ഏത് സമയവും ഈ ഇടവകയിൽ വന്നാൽ, വീട്ടിൽ വന്നാൽ ഓടി ഇവിടെ വരുമ്പോഴേ എന്നെ ചേട്ടായി എന്നൊക്കെ വിളിക്കും. ഞാൻ എൻ്റെ ഒത്തിരി ജൂനിയറാണ് എങ്കിലും തോമസച്ച ചേട്ടായി എന്നൊക്കെ വിളിച്ച് സുഖമാണോ എന്നൊക്കെ ചോദിച്ച് ആ ഒരു വലിയ സൗഹൃദം ഞങ്ങളെന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത് എന്നോട് മാത്രമല്ല, അച്ഛൻ ആരൊക്കെയായിട്ട് കണ്ടുമുട്ടുന്നുണ്ടോ അവരൊക്കെ ആയിട്ട് ആ സൗഹൃദമുണ്ട്. പിന്നെ ഒരിക്കലും അച്ഛൻ്റെ മുഖം നമ്മുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോവുകയില്ല. കാരണം എപ്പോഴും പ്രസന്നവദനനാണ്, വളരെ പുഞ്ചിരിയോടുകൂടി, വളരെ ശാന്തനായിട്ട്, എളിമ, വിധേയത്വം, ഇതൊക്കെ എപ്പോഴും അച്ഛൻ്റെ പ്രവർത്തനങ്ങളിലും സംസാരങ്ങളിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അച്ഛൻ്റെ ഈ വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾക്കെല്ലാം അതൊരു ഷോക്കായിരുന്നു. പിന്നെ നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളായിരുന്നു ഇന്നലെ. ആ സ്വർഗാരോപണ തിരുനാളിൽ അമ്മ തൻ്റെ പ്രിയപ്പെട്ട ഈ കൊച്ചു മകനെ, സഹോദര വൈദികനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ദൈവത്തിൻ്റെ പ്ലാനിൽ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. നമുക്കതിൽ വിശ്വസിക്കാം, പ്രത്യാശിക്കാം. അച്ഛന് വേണ്ടിയിട്ട് നിരന്തരം പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ കുർബാന അർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഒത്തിരി പള്ളിയിൽ ഒത്തിരി പേര് വിതുമ്പുന്ന മനസ്സുമായിട്ട്, നിറകണ്ണുകളുമൊക്കെയായിട്ട് കണ്ണു തുടയ്ക്കുന്നതും കരയുന്നതുമൊക്കെ എനിക്ക് നേരിട്ട് കാണുവാനായിട്ടും സാധിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഷിൻസച്ചൻ്റെ ഈ വേർപാട് ഈ ഇടവക സമൂഹത്തിന് മാത്രമല്ല, ആ കുടുംബത്തിനൊരിക്കലും താങ്ങാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ തലശ്ശേരി അതിരൂപതയ്ക്ക്, ഞങ്ങളുടെ പിതാക്കന്മാർക്കും, അതുപോലെ വൈദിക ഗണത്തിനും, വൈദിക കൂട്ടായ്മയിലൊക്കെ അച്ഛൻ വളരെ ആക്റ്റീവായിരുന്നു, ഇടവകയിലും ആക്റ്റീവായിരുന്നു. ഞങ്ങൾക്കെല്ലാം തീരാ നഷ്ടമാണ്, തീരാ ദുഃഖമാണ്. എങ്കിലും ദൈവത്തിൻ്റെ ഹിതം അതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രത്യാശയോടുകൂടി നമുക്ക് അച്ഛന് വേണ്ടിയിട്ട് തുടർന്നും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നാളത്തെ തിരുക്കർമ്മങ്ങൾ, അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടവക്കാരെല്ലാം ഓരോരോ കാര്യങ്ങളിൽ വ്യാപൃതരായിക്കൊണ്ട് അതിന് വേണ്ടുന്ന ഏറ്റവും നല്ല സജ്ജീകരണം ഒരുക്കി അച്ഛന് നല്ല ഒരു അന്തിമോപചാരം അർപ്പിച്ച് കർമ്മങ്ങൾ നടത്തുന്നതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥനാനിർഭരമായിട്ട് ഇവിടെ കഴിയുന്നു. ഇപ്പോൾ അച്ഛൻ എപ്പോഴും KCYM-ൻ്റെ യുവജനങ്ങളോടൊപ്പം ആയിക്കൊണ്ട് ഒരു വേറിട്ട ശൈലിയാണ് അച്ഛന് യുവജനങ്ങളോടുണ്ടത്. അപ്പോൾ ധാരാളം യുവജനങ്ങൾക്ക് അച്ഛൻ്റെ ആ ശൈലിയും അച്ഛൻ്റെ ആ പ്രവർത്തനവും എല്ലാം വളരെ ഇഷ്ടമാണ്. എല്ലാവരോടും, ആരോടും തരംതിരിവൊന്നുമില്ല, എല്ലാവരെയും ഒന്നിപ്പിച്ച് കൂട്ടി, അതുപോലെ തന്നെ വെറുതെ ഇങ്ങനെ അങ്ങ് പോവുകയല്ല, അവരെയും ആത്മീയതയിലേക്ക്, വിശുദ്ധിയിലേക്കൊക്കെ വളർത്താനായിട്ട്, പറഞ്ഞു കൊടുക്കുവാനായിട്ട് അച്ഛൻ ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട്. കുഞ്ഞുമക്കളെ മിഷൻ ലീഗിലൂടെ അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങളോടും എപ്പോഴുമുണ്ട്. അതുപോലെ വലിയവരാണെങ്കിൽ, അമ്മമാരാണെങ്കിൽ, അവരോടൊക്കെ എപ്പോഴും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അച്ഛന് സമയം കണ്ടെത്തി അവിടെ പ്രവർത്തിക്കുന്നതായിട്ടും അവർക്കൊക്കെ വലിയ കാര്യമായിട്ട് അനുഭവപ്പെടുന്നതായിട്ടും ഞങ്ങൾക്കെല്ലാം എപ്പോഴും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഇടവക സമൂഹത്തെ സംബന്ധിച്ചും ഒത്തിരി സങ്കടങ്ങളും ഒത്തിരി പ്രതീക്ഷകളും ബാക്കി നിർത്തിയിട്ട് അച്ഛൻ
ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോയിരിക്കുന്നു. അപകടം സംഭവിക്കുമ്പോൾ ഒരാളും കൂടി ഉണ്ടായിരുന്നു, ഒരു ഡീക്കൻ ഉണ്ടായിരുന്നു. ഡീക്കനും ഇതുപോലെ തന്നെ ഷോക്ക് വന്ന് രണ്ടുപേരും ഈ ഷോക്ക് അടിച്ചപ്പോഴത്തേക്കും തെറിച്ചുപോയി. ഡീക്കൻ കുറച്ച് ദൂരം തെറിച്ചുപോയി, അച്ഛൻ കുറേ ദൂരം തെറിച്ച് പോവുകയും അവിടെ വീഴുകയുമാണ് ചെയ്തത്. കേട്ടത് വീണപ്പോൾ തന്നെ അച്ഛന് ബോധം പോയിരുന്നു. പിന്നെ ഉടനെ ആശുപത്രി, 5 മിനിറ്റ് വേണ്ട, അതിനു മുമ്പ് എല്ലാവരും വണ്ടിയായിട്ട് വന്ന് ആശുപത്രിയിൽ എത്തിച്ചു. തൊട്ട് താഴെ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർമാർ വൈദ്യ ലോകത്തിന് സാധിക്കുന്ന എല്ലാ പ്രയത്നങ്ങളും നടത്തി. പക്ഷേ അവരെല്ലാം തോൽപ്പിച്ചുകൊണ്ട് അച്ഛൻ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അച്ഛന് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാണ് ഒരു നല്ല വൈദികനായിട്ട് തീരുക. കാരണം അച്ഛൻ്റെ ചാച്ചന് തിരുപ്പട്ടത്തിന് 4-5 വർഷങ്ങൾക്ക് മുൻപ് 4 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചിരുന്നു. പിന്നെ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നതാണ് ചാച്ചന് അച്ഛൻ്റെ തിരുപ്പട്ടം. എങ്കിലും അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് അച്ഛന് ആ തിരുപ്പട്ടം സ്വീകരിക്കുവാനും പിന്നെ കുടുംബത്തെ എപ്പോഴും ഒന്നിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു വലിയ സാഹോദര്യം ആ കുടുംബത്തിൽ നമുക്ക് കാണാം. അത് കുഞ്ഞുങ്ങളും സഹോദരങ്ങളും മറ്റു കുടുംബാംഗങ്ങളും അവരുടെ കസിൻസും ഒക്കെ ആയിട്ട് നല്ലൊരു ബന്ധം പുലർത്തി എല്ലാവരുടെയും ചടങ്ങുകളിൽ, കാര്യങ്ങളിൽ, അവരുടെ സന്തോഷങ്ങളിൽ, അവരുടെ ദുഃഖങ്ങളിലെല്ലാം ഓടിയെത്തി അവരോടൊപ്പം ഒക്കെ ഉണ്ടായിരുന്ന ഷിൻസച്ചനെയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അച്ഛനെപ്പം വന്നാലും ഇവിടെ വരികയും ഞങ്ങളോടൊപ്പം ആയിരിക്കുകയും ഒരു ചായയോ ഒരു വെള്ളമോ ഒക്കെ കുടിച്ചിട്ട് സന്തോഷമായിട്ട് പോവുകയും ചെയ്യുന്നത് ഞങ്ങൾക്കെപ്പോഴും അനുഭവമുള്ളതാണ്. അച്ഛനെക്കുറിച്ച് എനിക്ക് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അസുഖമായിട്ട് വൈറൽ ഫീവറായിട്ട് ആശുപത്രിയിൽ കിടന്നില്ല, എങ്കിൽ പോലും റെസ്റ്റിലായിരുന്നു. അപ്പോഴിവിടെ കുറേ തിരക്കുകളുണ്ട്. അപ്പോഴച്ഛന് അവധിക്ക് ഇവിടെ വന്നു. അവധിക്കെന്ന് വെച്ചാൽ വീട്ടിലെ ആവശ്യത്തിന് വന്നു. അപ്പോൾ അച്ഛൻ വന്നപാടെ എൻ്റെ അടുക്കൽ വരികയും പനിയാന്നൊക്കെ അറിഞ്ഞുകൊണ്ട് വന്ന് ചോദിച്ചു, അച്ഛൻ വളരെ മനസ്സമാധാനത്തോടു കൂടി റെസ്റ്റ് ചെയ്തു, ഞാനിവിടെ ഉണ്ട്, ഞാനും കൊച്ചച്ഛനും കൂടി അത് കംപ്ലീറ്റ് ചെയ്തോളും, അച്ഛൻ അതിനെക്കുറിച്ച് ബോധേഡാകണ്ട എന്ന് പറഞ്ഞ് എപ്പോഴും വളരെ സഹായഹസ്തവുമായിട്ട് അച്ഛൻ വരികയും പ്രവർത്തിക്കുകയും ചെയ്തതായിട്ട് എനിക്ക് ഇപ്പോഴും നല്ലൊരു ഓർമ്മ ഈ അടുത്ത കാലത്തുണ്ടായതൊരു ഓർമ്മയാണ്. പിന്നെ എന്തുണ്ടെങ്കിലും അച്ഛൻ നമ്മളോടെല്ലാം തുറന്നൊക്കെ പറയുന്ന ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ പറയുന്നു. എനിക്കൊരു കുഞ്ഞനുജനായിരുന്നു. എല്ലാം ഓപ്പണായിട്ട് പറയുകയും ഷെയർ ചെയ്യുകയും ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല വിധേയത്വമുള്ള, നല്ല എളിമയുള്ള നല്ലൊരു കൊച്ചച്ഛൻ.